ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് മറക്കണ്ട. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫസ്റ്റ് 2 ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങും കുഞ്ഞു പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കൊരു ഹാഫ് പീസാണ് വേണ്ടത്. വലുതായിട്ട് അരിഞ്ഞ് വെച്ചാലും കുഞ്ഞതായിട്ട് അരിഞ്ഞ് വെച്ചാലും കുഴപ്പമില്ല. പിന്നെ കുക്കുംബർ, നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് എടുത്ത ആ ഒരു അളവിൽ തന്നെ കുക്കുംബർ എടുത്തിട്ടുണ്ട്. നമുക്കിത് ഷേപ്പൊന്നും പ്രശ്നമില്ല, നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമ്മുടെ ഈ കുക്കുംബറും ഉരുളക്കിഴങ്ങും രണ്ടും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. എന്നിട്ട് നമുക്കിതിന് നീരാണ് വേണ്ടത്. നമുക്ക് നല്ലപോലെ അരച്ചെടുത്ത് ഒരു അരിപ്പിയിൽ അരിച്ചെടുക്കണം ഇതിൻ്റെ നീരിനെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നന്നായിട്ട് കുക്കുംബറും ഉരുളക്കിഴങ്ങും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ നീര് ഫുള്ള് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നീരെടുക്കണം. അപ്പോൾ ഒരു ബൗളെടുത്ത് അതിലേക്ക് ഞാൻ അതിനെ അരിച്ച നീരെടുക്കുന്നുണ്ട്. അത് ഇടയിൽ സ്കിപ്പായിപ്പോയി ഒരു ഷോട്ട്. അപ്പോൾ അത് കണ്ടില്ലേ, നന്നായിട്ട് നമ്മൾ അരിച്ചതിൻ്റെ വെള്ളം മാത്രം, നീര് മാത്രം എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാവും. നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ് കുക്കുംബറും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പാടുകളൊക്കെ മാറ്റാനും സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റൻ ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യണത്. അപ്പോൾ നമ്മൾ വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നെക്സ്റ്റ് വേണ്ടൊരു ഇൻഗ്രീഡിയൻ്റാണ് അരിപ്പൊടി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 സ്പൂൺ അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ആ അരിപ്പൊടിയുടെ അളവിൽ തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് എടുക്കുന്നത്, കടലപ്പൊടി. അരിപ്പൊടിയും കടലമാവും നമ്മൾ സെയിം റേഷ്യോയിലാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/4 സ്പൂൺ അളവിൽ, അതിലും കുറച്ച് അത്തിരിയ, കറക്റ്റായിട്ട് ഈ വീഡിയോയിൽ കാണില്ലേ നിങ്ങൾക്ക്, ഈ ഒരു ക്വാണ്ടിറ്റി അളവിൽ നമ്മൾ കാപ്പിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കാപ്പിപ്പൊടി നമ്മുടെ സ്കിന്നിന് ടാനിങ് കളയാനൊക്കെ ഭയങ്കര നല്ലതാണ്. സ്കിന്നിന് ബ്രൈറ്റ് ആക്കാനും നല്ലതാണ്. നമ്മുടെ സ്കിന്നിലുള്ള പാടുകൾ മാറാനും ഒക്കെ നല്ലതാണ്. അപ്പം നമ്മുടെ പൊട്ടാറ്റോ ആൻഡ് കുക്കുംബറും കൂടിയിട്ടുള്ള ജ്യൂസ് നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് നമ്മൾ ആ ജ്യൂസിലാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ സ്കിന്നിന് ആൻറ്റി ഏജിങ്ങിനും നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഫൈൻ ലൈൻസ് മാറാനും സ്കിന്നിനൊന്ന് ബ്രൈറ്റൻ ആക്കാനും അതുപോലെ തന്നെ പാടുകളൊക്കെ മാറാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്നാണ് ഈ ഒരു ഫേസ് പാക്ക്. ഇത് നമുക്ക് ഡെയിലി ബേസിൽ യൂസ് ആക്കാം. അതുപോലെ മെൻ ആൻഡ് വുമൺ ബോത്ത് രണ്ടാൾക്കും യൂസ് ആക്കാൻ പറ്റും. ഇതിൽ ഹാംഫുള്ളായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും ഇല്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് നല്ലപോലൊരു പാക്കിൻ്റെ കൺസിസ്റ്റൻസിക്ക് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഫസ്റ്റ് തന്നെ നമ്മൾ ഒന്നായിട്ട് ആ നീര് ഒഴിച്ചു കൊടുത്തിട്ട് ഓവർ വാട്ടർ ആയിട്ട് എടുക്കേണ്ട, ഇത്തിരി തിക്കായിട്ട് തന്നെ നമുക്ക് ഈ പേസ്റ്റ് വേണം ഫേസിൽ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ആവശ്യത്തിന് ഇത്തിരിയായിട്ട് ഒഴിച്ചു കൊടുത്ത് നോക്കുക. ഇത്തിരിയായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക, കട്ടയൊന്നുമില്ലാതെ. നമ്മുടെ അരിപ്പൊടിയും കടലമാവും കാപ്പിപ്പൊടിയും ഒക്കെ നന്നായിട്ട് മിക്സായിട്ട് നമുക്കൊരു നല്ലൊരു ഫേസ് പാക്കിൻ്റെ പരുവത്തിലായിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു പരുവത്തിലേക്ക്. ഇതാണ് നമ്മുടെ ഒരു പാക്കിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു അളവിലാണ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടത്, ഓവർ വാട്ടറി ആയിട്ടല്ല. ഇത് നമുക്ക് ഡെയിലി ബേസിൽ നമുക്ക് യൂസ് ആക്കാം. ഇല്ല, ഒരു വീക്ക്ലി 4 times ഒക്കെ യൂസ് ആക്കുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പം ഞാനിതിപ്പോൾ എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? നമുക്ക് ഫേസിലും നെക്കിലും അതുപോലെ തന്നെ ടാൻ അടിച്ചിട്ടുള്ള കയ്യിലും ഒക്കെ ഇടാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നല്ല റിസൾട്ടും കിട്ടും. ഇത് നമ്മൾ ഫസ്റ്റ് യൂസ് തന്നെ നമുക്ക് വിസിബിളായിട്ട് നമുക്ക് ചേഞ്ച് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ആ റിസൾട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം. പിന്നെ ഞാൻ ഇതിൽ യൂസ് ആക്കിയ ഏതെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് ആർക്കെങ്കിലും അലർജി ആണെങ്കിൽ അവർ യൂസ് ആക്കാൻ നിൽക്കണ്ട. പിന്നെ നമ്മൾ ഏതൊരു ഫേസ് പാക്ക് ആണെങ്കിലും ഇടുന്നതിന് മുമ്പ് പാച്ച് ടേസ്റ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്, എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ശ്രമിക്കുക. അപ്പം നമ്മൾ ഫേസിൽ നന്നായിട്ടൊരു തിക്കായിട്ട് തന്നെ ഇത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഞാനിപ്പോൾ നെക്കിൽ അപ്ലൈ ചെയ്യണില്ല. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഏതൊരു ഫേസ് പാക്ക് ആണെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ നെക്കിലും അപ്ലൈ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഒരു കളർ നെക്കൊരു കളറാവും. നമുക്കിത് അണ്ടർ ഐസിലൊക്കെ യൂസ് ആക്കാൻ പറ്റും. നമുക്ക് അണ്ടർ ഐസിലൊക്കെ യൂസ് ആക്കുമ്പോൾ നമ്മുടെ ഡാർക്ക് സർക്കിൾസിനൊക്കെ നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ഫൈൻ ലൈൻസൊക്കെ മാറാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ടൈറ്റൻ ആക്കും കൂടി ചെയ്യും. ഈ കടലമാവ് ഉള്ളത് കൊണ്ട് നമ്മുടെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് നിറയെ ഉള്ളതാണ് ഈ ഫേസ് പാക്കിൽ. അപ്പോൾ നമുക്കിത് ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഫേസിൽ ഫുള്ള് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ നെക്കിൽ അപ്ലൈ ചെയ്തിട്ടില്ല. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നെക്കിലും കൂടി അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കിതൊരു 20 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് ഡ്രൈ ആകും. ഒരു 90% ഡ്രൈ, ഒരു 80% ഡ്രൈ. അപ്പോൾ നമുക്കിത് വാഷ് ചെയ്യാം. നമുക്കൊരു ടൈറ്റും ഫീൽ ചെയ്യും. അപ്പോൾ നമുക്കിത് വാഷ് ചെയ്യാനുള്ള ടൈമായി എന്നർത്ഥം. അപ്പോൾ നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം. കണ്ടില്ലേ, ഞാൻ ഇപ്പോൾ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. റിസൾട്ട് നിങ്ങൾക്ക് വിസിബിളായിട്ട് കാണാം. എങ്ങനെയുണ്ട് റിസൾട്ട്, സ്കിന്നിനെ എത്ര ക്ലിയർ ആക്കിയിട്ടുണ്ടെന്ന്. നമുക്കൊരു ഫ്രഷ് ഫീലും സ്കിന്നിന് നന്നായിട്ടൊരു ബ്രൈറ്റ്നെസ്സും ഒക്കെ നമുക്ക് ഫീലാവും. ഫസ്റ്റ് യൂസ് തന്നെ നന്നായിട്ടൊന്ന് സ്കിന്നിനെ ബ്രൈറ്റൻ ആക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഗ്ലോയിങ് നമുക്ക് ഫീലാവും. കണ്ടില്ലേ, നന്നായിട്ട് സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റൻ ആക്കാൻ പറ്റുന്ന ഫേസ് പാക്കാണിത്. എളുപ്പം തയ്യാറാക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ല. നമ്മൾ കണ്ട ക്രീമൊക്കെ തേക്കണതിനേക്കാളും നല്ലത് നമുക്ക് ഡെയിലി ബേസിൽ ഇങ്ങനെ നമ്മൾ നാച്ചുറലായിട്ടുള്ള ഹോം റെമഡീസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. നമുക്ക് പെർമനൻ്റ് ആയിരിക്കും റിസൾട്ട്. കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഏതൊരു ഫേസ് പാക്ക് ആണെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ആക്കുക. ഏത് ഫേസ് പാക്ക് ആണെങ്കിലും അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ സ്കിന്നിൽ നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം, നിങ്ങളുടെ സ്കിന്നിന് സൂട്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.